നാടിനെ നടുക്കിയ ഒരു കൊലപാതകം, കൂട്ടക്കൊലപാതകം. അത് 25 കിലോമീറ്ററിനുള്ളിൽ 3 വീടുകളിലായി 5 പേരെ കൊലപ്പെടുത്തിയിരിക്കുന്നു. ഒരാൾ ഗുരുതരമായി ആശുപത്രിയിൽ കഴിയുന്നു. ഇത് എന്തിനു നടത്തി എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. അതൊരു വലിയ ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്നുണ്ട്. കാരണം സ്വന്തം അനുജനെ, കുഞ്ഞനുജനെ പോലും കൊലപ്പെടുത്തിയ ഒരു സംഭവം. ഒപ്പം സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്തുന്നു. പിതാവിൻ്റെ സഹോദരൻ്റെ ഭാര്യ, ഉമ്മൂമ്മ എന്നിവരെ കൊലപ്പെടുത്തുന്നു. എന്തിന് ഈ കൊലപാതകം ചെയ്തു എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഈ പ്രതി ഇയാൾ ലഹരിക്കടിമയാണോ, എന്തിനാണ് ഈ പണം ചോദിച്ചത് എന്ന് അടക്കമുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ തുടരുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും പ്രശാന്ത് ശങ്കരമംഗലത്തും ടിൻഡു ദാസും ചേരുന്നുണ്ട്. അത് നമുക്ക് പ്രശാന്തിലേക്ക് പോകാം. പ്രശാന്ത് ഉള്ളത് ചുള്ളാളത്തെ അഫാൻ്റെ വാപ്പയുടെ സഹോദരൻ്റെ വീട്ടിലാണ് ഉള്ളത്. പ്രശാന്ത്, അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നേരത്തെ പഞ്ചായത്ത് അംഗം, വാർഡ് മെമ്പർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ ഒരു മൃതദേഹങ്ങൾ അകത്ത് 2 മൃതദേഹവും വീടിനകത്ത് തന്നെയുണ്ട്. ഇൻക്വസ്റ്റ് നടപടി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ ഒരു മൃതദേഹം, ഈ ഒരു ലത്തീഫിൻ്റെ മൃതദേഹം, അത് സോഫയിൽ ഇരിക്കുന്ന രീതിയിലാണ് ഉള്ളത്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മൃതദേഹം അത് അടുക്കളയിൽ കിടക്കുന്ന രീതിയിലാണ് ഉള്ളത്. ഒപ്പം തന്നെ ഈ ഒരു സോഫയുടെ സമീപവും ഈ മുറിയിലും അടുക്കളയിലുമൊക്കെ രക്തം കട്ട പിടിച്ച് കെട്ടിക്കിടക്കുന്നു എന്നും ഈ ഒരു പഞ്ചായത്ത് അംഗം അല്പം മുമ്പ് ജനം TV-യോട് പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയാൽ ഉടൻ തന്നെ ഈ ഭൗതിക ശരീരം ആംബുലൻസിൽ കയറ്റും പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുന്നതെന്നാണ് നമുക്ക് പ്രാഥമികമായി ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നിരവധി ആളുകൾ ഈ വിവരം കേട്ടറിഞ്ഞ് ഇവിടേക്ക് ഓടിയെത്തിയിട്ടുണ്ട്. ചേട്ടാ, നിങ്ങൾ എപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്? ഈ സംഭവം അറിയുന്നത് എപ്പോഴാണ്? സംഭവം വൈകിട്ട് 7 മണിയായി. 7 മണിക്ക് അറിഞ്ഞ് പാങ്ങോട്ട് പോയി 80 വയസ്സുള്ള ഒരാളിനെ അമ്മമ്മയെ കൊന്ന്, അത് കഴിഞ്ഞിട്ട് ബൈക്കിൽ തന്നെ ഇവിടെ വന്ന് ഇവർ 2 പേരെ കൊന്ന്, അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. പിന്നെ വിളിച്ചുകൊണ്ട് വന്ന സ്ത്രീയെയും ഒരു യുവതി പെൺകുട്ടി വിളിച്ചുകൊണ്ടത്. ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്? ഇവിടെ തന്നെ, ഇവിടെ അടുത്ത്, ഇവിടുന്ന് 2 കിലോമീറ്റർ ഉണ്ട്. 2ൻ്റെയും നടുക്കാണ്. പേരുമലയും ഇവിടെയും അടുത്താണ്. ഇടയ്ക്കാണ് ഞാൻ. ഇത് എപ്പോഴാണ് ചേട്ടൻ അറിയുന്നത്? എപ്പോഴാണ്? 7 മണിയായി. ഇവിടെ വന്നിരുന്നല്ലേ? അപ്പോൾ വന്നിട്ട് ഞാൻ പോയി. ഈ ലത്തീഫ് എങ്ങനെയാണ്? ലത്തീഫായിട്ട് എനിക്കറിയാം. ഞാൻ ഇവിടുത്തെ പഴയ മെമ്പറായിരുന്നു, നേരത്തെയുള്ള മെമ്പർ. എനിക്ക് നേരത്തെ അറിയാവുന്ന ആളാണ്. ആളും കുടുംബവുമാണ്. നല്ല സഹകരണമായിരുന്നു എല്ലാവരോടും. ഒരു കുഴപ്പമില്ല. ഈ സംഭവ സമയത്ത് ഇതിന് മുമ്പ് ആരെങ്കിലും ലത്തീഫിനെ കാണുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ അറിയില്ല, അതിനെക്കുറിച്ച് അറിയില്ല. അത് തന്നെയാണ് നിഖിലെ, എല്ലാവർക്കും ഒരു പ്രിയപ്പെട്ടവനായിരുന്നു. ആരും അങ്ങനെ ഒരു കുറ്റവും ഇതുവരെ നമുക്കോട് പറഞ്ഞു കേട്ടിട്ടില്ല. അല്ലെങ്കിൽ ഈ ലത്തീഫുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സാജിദ ബീഗുമായി ബന്ധപ്പെട്ടോ ആരും ഇതുവരെ ഒരു കുറ്റവും പറഞ്ഞു കേട്ടിട്ടില്ല. ബൈക്കിലാണ് പ്രതി എത്തിയത്. ഇവിടേക്ക് എത്തി കൊലപാതകം നടത്തുന്ന ബൈക്കിലാണ്. ആദ്യം ഉമ്മുമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു. അതിനുശേഷം ഈ സ്ഥലത്തേക്ക് യശ്വന്ത്പുരത്തേക്ക് എത്തുകയാണ്. അവിടെ ബൈക്കിൽ എത്തിയതിനു ശേഷം ബൈക്ക് പുറത്ത് പാർക്ക് ചെയ്തതിനു ശേഷമാണ് അകത്തേക്ക് പോയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമാണ് പിന്നീട് ഈ ഇരുവരെയും കൊല നടക്കുന്നത്. ഈ കൊലപാതകത്തിന്റെ ഒരു ചിത്രം എന്ന് പറയുന്നത് ഈ അബ്ദുൽ ലത്തീഫ് സോഫയിൽ ഇരിക്കുന്ന നിലയിലും അതോടൊപ്പം തന്നെ ഭാര്യ സാജിദ ബീഗം അകത്ത് അടുക്കളയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം, ആ പ്രദേശത്ത് മരണപ്പെട്ട് കിടക്കുന്ന നിലയിലുമാണ്. ബ്ലഡ്, രക്തം ഈ സ്ഥലങ്ങളിലെല്ലാം തളം കെട്ടി കിടക്കുന്നുണ്ട്. തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ ഇവിടെ നിന്നും നേരത്തെ നമ്മളോട് സംസാരിച്ചവരെല്ലാം പറയുന്നത്. ഈ ഭൗതിക ശരീരം കണ്ടവർ പറഞ്ഞത്, വാർഡ് മെമ്പർ അടക്കമുള്ളവർ നമ്മളോട് പറഞ്ഞത്, രക്തം തളം കെട്ടി കിടക്കുന്നുണ്ട്, അത് തലയ്ക്ക് അടിയേറ്റ നിലയിലായിരുന്നു എന്നാണ്. അതായത് നമുക്ക് ഒരു ഊഹം എന്ന് പറയുന്നത് ഇവിടേക്ക് എത്തിയതറിഞ്ഞുകൊണ്ട് ഈ അഫ്സാനെ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാകാം ചിലപ്പോൾ അടുക്കളയിലേക്ക് പോയത്, ചായ ഇടാനോ മറ്റോ അടുക്കളയ്ക്ക് പോയ സമയത്താകാം ഈ അബ്ദുൽ ലത്തീഫുമായി അഫ്സാൻ സംസാരിക്കുന്നത്. സംസാരത്തിനിടയിൽ ചുറ്റിക കൊണ്ട് തലച്ചടിച്ച് കൊലപ്പെടുത്തുക. ഇതിനെല്ലാം അധികം സമയം നടക്കാൻ, അല്ലെങ്കിൽ ഈ സമയം എന്ന് പറഞ്ഞാൽ വന്ന് അധിക സമയം ചെലവഴിക്കാൻ സാധ്യതയില്ലെന്നും മനസ്സിലാക്കുന്നുണ്ട്. കാരണം എല്ലാം വേഗത്തിൽ തന്നെ ഈ കൃത്യം നടത്തിയ ശേഷം പ്രതി ഇവിടെ നിന്ന് കടന്നു കാണാമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. എന്നാൽ കൂടുതൽ വിവരങ്ങൾ ഇതിൽ പോലീസ് അതിൻ്റെ ഭാഗത്താണ് അറിയാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ ഫോറൻസിക് നടപടികളും ഫോറൻസിക് വിദഗ്ധ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡോഗ് സ്ക്വാഡ് അടക്കം ഇവിടെയുണ്ട്. അവരുടെ ഒരു ഈ നടപടികൾക്ക് ശേഷം പ്രതികരിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ആ പ്രതികരണത്തിലായിരിക്കും കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. വലിയൊരു ജനാവലി തന്നെ ഇവിടേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വിവരം
വിവരങ്ങൾ കേട്ടറിഞ്ഞും കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് ഇത്തരം സംഭവം അറിയുന്നത്. അതായത് കൊലപാതകം നടന്ന മണിക്കൂറുകൾക്ക് ശേഷമാണ് വീടിന് സമീപത്തുള്ളവർ പോലും ഈ കാര്യം അറിയുന്നത്. അതായത് ബന്ധുക്കളോ തൊട്ടടുത്ത് കിടക്കുന്ന അല്ലെങ്കിൽ തൊട്ട് സമീപത്ത് താമസിക്കുന്ന വീട്ടിൽ താമസിക്കുന്നവർ പോലും ഈ വിവരം അറിഞ്ഞിരുന്നില്ല. 7 മണിയോട് കൂടി പോലീസിൽ ഈ പ്രതി എത്തുകയും പോലീസ് സ്റ്റേഷനിൽ എത്തുകയും കുറ്റം ഏറ്റുപറഞ്ഞതിനു ശേഷം പോലീസാണ് പിന്നീട് സ്ഥലത്തെത്തുന്നത്, ഈ വീട് പരിശോധിക്കാൻ വേണ്ടി എത്തുന്നത്. അതിനുശേഷമാണ് സംഭവം നടന്ന വിവരം പ്രദേശവാസികൾ പോലും അറിയുന്നത്. ഇതിന് സമീപത്തായിട്ട് തന്നെയാണ്, അതായത് ഈ ഒരു പ്രദേശം നിൽക്കുന്നത് ഇവിടെയാണ് ഈ അബ്ദുൽ ലത്തീഫിന്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. അതിന് സമീപത്തായിട്ട് തന്നെയാണ്, ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ സമീപത്താണ് തൊട്ടടുത്തൊരു വീടുള്ളത്. ആ തൊട്ടടുത്തുള്ള വീട്ടിലുള്ളവർ പോലും ഈ വിവരം അറിഞ്ഞിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനോട് ചേർന്ന് തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ പ്രദേശത്തിന്റെ തന്നെ ഒരു കയറ്റം ആണ് ഇവിടം. ഒരു സൈഡിൽ മാത്രമാണ് ഈ ആള് താമസമുള്ളത്, മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഒഴിഞ്ഞ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ അങ്ങനെ ഇടതൂർന്ന അല്ലെങ്കിൽ അങ്ങനെ വീടുകൾ ഇടുങ്ങി താമസിക്കുന്നൊരു സാഹചര്യമല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഈ ഇത്തരം സംഭവങ്ങൾ നടന്നാൽ പോലും അറിയാൻ കഴിയാത്തൊരു സാഹചര്യവും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അബ്ദുൽ ലത്തീഫിന്റെ വീടിന് ശേഷം തുടർന്ന് കുറച്ച് വസ്തുവുണ്ട്. ആ വസ്തു കഴിഞ്ഞാണ് അടുത്ത അയൽവാസിയുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബഹളം കേട്ടാൽ പോലും തൊട്ടടുത്തുള്ളവർക്ക് അറിയുവാനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല ഈ അബ്ദുൽ ലത്തീഫിന്റെ വീടിന് അതായത് വീടിനോട് സമീപത്ത് മറ്റ് വീടുകളൊന്നും വേറെ സ്ഥിതി ചെയ്യുന്നതുമില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കുറച്ച് ദൂരത്തുമായാണ് മറ്റ് വീടുകളുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒച്ചപ്പാടോ ബഹളമോ ഉണ്ടായാൽ അത് അറിയുവാനുള്ള സാധ്യത വളരെ വിരളമായിരുന്നതാണ്. മാത്രമല്ല ഇവിടേക്ക് ആളുകൾ എത്തിയാൽ പോലും അങ്ങനെ ഒരു അസ്വാഭാവികത ഉണ്ടാവാൻ സാധ്യത അല്ലെങ്കിൽ അസ്വാഭാവികത ഉണ്ടായാൽ പോലും അതിന് പെട്ടെന്നൊരാൾക്ക് ഇവിടേക്ക് ഓടിയെത്തുവാനോ രക്ഷപ്പെടുത്തുവാനോ ഉള്ളൊരു സാഹചര്യം ഈ ഭൂമിശാസ്ത്രപരമായി നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വീടിന്റെ ഒരു കിടപ്പും അതോടൊപ്പം തന്നെ അത്തരം ഒരു ഭൂമിശാസ്ത്രപരമായ ഒരു രീതിയിൽ കിടപ്പ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പോലീസ് അവരുടെ നടപടിക്രമങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അരമണിക്കൂറോളം പിന്നിട്ടിരിക്കുന്നു ഇൻക്വസ്റ്റ് നടപടികൾ. അല്പസമയത്തിനുള്ളിൽ അത് പൂർത്തിയാക്കിയതിനു ശേഷം ഭൗതിക ശരീരം പുറത്തേക്ക് കൊണ്ടുവരും, വീടിന് പുറത്തേക്ക് കൊണ്ടുവരും. 2 ആംബുലൻസ് ഇവിടെ സജ്ജമാണ്. ആ ആംബുലൻസിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷമായിരിക്കും മറ്റ് നടപടി, ഈ ശവസംസ്കാരം അടക്കമുള്ള നടപടിക്രമങ്ങൾ എവിടെയാണ് നടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. എന്തായാലും വലിയൊരു ജനാവലി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ വിവരം കേട്ടറിഞ്ഞുകൊണ്ട് തന്നെ അബ്ദുൽ ലത്തീഫിന്റെയും ഭാര്യ സാജിദ ബീഗത്തിന്റെയും മരണം, കൊലപാതകം കേട്ടറിഞ്ഞുകൊണ്ട് നിരവധി പേർ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം ഇവിടുത്തെ ഈ നാടുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇദ്ദേഹം പങ്കെടുക്കാറുണ്ട് എന്നാണ് ഇപ്പോൾ പ്രദേശവാസികളടക്കം പറയുന്നത്. അതുകൊണ്ട് തന്നെ മരണം പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സാഹചര്യവും എല്ലാവരിലും ഉണ്ട്. പലരോടും ചോദിക്കുമ്പോഴെല്ലാം കൂടുതൽ വിവരങ്ങൾ പറയുവാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രതികരണങ്ങൾ പറയുവാനോ ആർക്കും സാധിക്കുന്നില്ല. കാരണം ഇതിൽ നേരിട്ട് കൃത്യം കണ്ടവരോ അല്ലെങ്കിൽ അങ്ങനെ ആരും ഇല്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമെന്ന് പറയുന്നത്. അതായത് അങ്ങനെ ഒരു ആളുകൾ ആരെങ്കിലും ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം സംഭവം അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു. രക്ഷപ്പെടുത്തുവാനുള്ള രക്ഷാമാർഗങ്ങൾക്കായിട്ട് ആർക്കെങ്കിലും ഓടി വരാൻ കഴിയുമായിരുന്നു. ആരെങ്കിലും ഓടി വന്ന് രക്ഷപ്പെടുത്തുകയോ അല്ലെങ്കിൽ നിലവിളി ശബ്ദം കേട്ടുകൊണ്ടെങ്കിലും ആരെങ്കിലും ഈ വീട്ടിലേക്ക് ഒരു നിലവിളി ശബ്ദം പോലും കേട്ടില്ല ഈ 5 കൊലപാതകങ്ങളും നടത്തുമ്പോൾ എന്ന് തന്നെയാണ് പറയേണ്ടത്.